ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ബ്യൂട്ടിഫുൾ ലൈഫ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു വെജിറ്റേറിയൻ ഡിഷാണ്, വെജിറ്റബിൾ പുലാവ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു 2.5 കപ്പ് ബസുമതി റൈസ് എടുക്കാം. അതാണ് ഞാനിപ്പോൾ എടുത്തു വച്ചിരിക്കുന്നത്. അത് നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളം തെളിയുന്നത് വരെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതൊന്ന് കുതിർക്കാനായിട്ട് ഒന്ന് മാറ്റി വയ്ക്കണം. മിനിമം ഒരു മണിക്കൂറെങ്കിലും കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കുക. നന്നായിട്ട് വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ 2.5 കപ്പ് ബസ്മതി റൈസ് വാഷ് ചെയ്ത് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വച്ചിരിക്കുവാണ്. ഇനി 1 മണിക്കൂറത്തേക്ക് ഇത് മാറ്റി വയ്ക്കാം. മീൻവൈൽ നമുക്ക് നമ്മുടെ പച്ചക്കറികൾ ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അരിഞ്ഞെടുക്കാം. വെജിറ്റബിൾസ് നമുക്ക് ആവശ്യമുള്ളത് എടുത്തു വെച്ചിട്ടുണ്ട്. 2 സവാള, 2 ക്യാരറ്റ്, 1 പിടി ബീൻസ്, അതുപോലെ തന്നെ 1 കപ്പ് കോളിഫ്ലവർ, 2 പൊട്ടാറ്റോ, പിന്നെ ഇത് റോ ഗ്രീൻ പീസാണ്. ഇതൊന്ന് പ്രഷർ കുക്കറിൽ നമുക്കൊന്ന് ഈ ഗ്രീൻ പീസ് ഒന്ന് വേവിച്ചെടുക്കാം. അതുപോലെ കോളിഫ്ലവർ ഒന്ന് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഒന്ന് നമുക്ക് അതിനൊന്ന് കുറച്ച് നേരം അതിലിട്ട് വയ്ക്കാം. എന്തെങ്കിലും പുഴു എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും അത് പെട്ടെന്ന് അതിൽ നിന്ന് മാറിക്കിട്ടും. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടും റെഡിയാക്കി കൊണ്ടുവരാം. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നമ്മൾ അരിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് നീളത്തിൽ വേണം അരിയാനായിട്ട്. പിന്നെ കോളിഫ്ലവർ ഇപ്പോൾ ഞാൻ ചൂടുവെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഇട്ട് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ റെഡി ആയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഗ്രീൻ പീസും നമ്മൾ കുക്കറിൽ വേവിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു പാൻ ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ, ഞാൻ റൈസ് ബ്രാൻ ഓയിലാണ് യൂസ് ചെയ്യുന്നത്, അതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് എണ്ണയും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ആ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് മസാലകൾ, മുഴുവൻ മസാലകൾ, അതായത് പെരിഞ്ജീരകം, ഇത് ബേ ലീഫ്, പിന്നെ കുറച്ച് 4 ഏലക്കായുടെ പോഡ്സ്, പിന്നെ 3-4 നമ്മുടെ ഗ്രാമ്പൂ, പിന്നെ നമ്മുടെ കറുവാപ്പട്ടയും കുറച്ച് മതി. ഒരു 1-2 ചെറിയ തണ്ട് പൊട്ടിച്ചിട്ടിരിക്കുന്നതാണ്. ഇതെല്ലാം കൂടെ നമുക്കിപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണയിലേക്ക് നമ്മൾ എല്ലാ മസാലകളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ട് നമ്മുടെ ആ വെജിറ്റബിൾസ് എല്ലാം കൂടെ ചേർത്ത് ഒന്ന് സോട്ട് ചെയ്യാം. നമുക്കിതിലേക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം. നമ്മൾ അരിഞ്ഞ് വെച്ച് നീളത്തിലരിഞ്ഞ സവാള, ഞാനിപ്പോൾ 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനിയുള്ള വെജിറ്റബിൾസൊക്കെ നമ്മുടെ, അതായത് ബീൻസ്, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, കോളിഫ്ലവർ എന്നിവ നമുക്ക് നന്നായിട്ട് ഇനിയിപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് അടച്ച് വെച്ച് വേവിക്കണം. ഗ്രീൻ പീസ് ലാസ്റ്റ് ചേർത്താൽ നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്താൽ കാരണം ഇത് വേകാറാവുമ്പോൾ മാത്രം ചേർത്താൽ മതി. ആദ്യം കുറച്ച് നേരം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ ഒന്ന് ലിഡ് ഇട്ട് അടച്ച് ലോ ഫ്ലെയിമിലാക്കി ഒന്ന് ആവി കയറി നന്നായിട്ട് വേകാനായിട്ട് വയ്ക്കുക. നമ്മുടെ ഇനി പുലാവ് ഒരു പകുതി വെന്തിട്ടുണ്ട് വെജിറ്റബിൾസ്. നമുക്ക് അതിൻ്റെ മസാലകൾ ചേർക്കാം അതിലേക്ക്. അതിന് ആദ്യം വേണ്ട 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, കശ്മീരി മുളക് പൊടി ഒരു 1/2 ടീസ്പൂണ്, കുറച്ച്, അതായത് ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, ഗരം മസാല നമ്മൾ ചേർക്കേണ്ടത് ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത്രയും കൂടെ ആക്കിയിട്ട് നന്നായിട്ട് ഈ വെജിറ്റബിൾസിനോട് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും ബാക്കിയും കൂടെ പകുതിയും കൂടെ വേകാനുണ്ടല്ലോ, അടച്ചു വെച്ച് നമുക്ക് വേവിക്കാൻ പറ്റും. ഈ വേവിക്കാനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് സാജീരകം, 1 ടീസ്പൂൺ സാജീരകവും ഒരു പീസ് കറുവാപ്പട്ടയും കൂടെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ നിങ്ങൾക്ക് മസാലകൾ ചേർക്കണമെങ്കിൽ ചേർക്കാം. ഞാൻ ഇത് രണ്ടുമാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അരി വേകുമ്പോൾ അതിലേക്ക് അതിൻ്റെ ഒരു ടേസ്റ്റും ആ ഫ്രാഗ്രൻസൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. നമ്മുടെ അരി ഇപ്പോൾ കുതിർന്ന് ഇരിക്കുവാണ്, അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ അതിലേക്ക് 1 മണിക്കൂർ കഴിഞ്ഞ് കുതിർന്ന അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ചേർക്കുമ്പോൾ ബസുമതി റൈസ് തന്നെ പുലാവിന് എടുക്കാൻ പാടുള്ളൂ. അല്ലാതെ ബിരിയാണിക്കാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മറ്റേ ജീരകശാലയോ കീമ റൈസോ ഒക്കെ എടുക്കാം. പക്ഷെ പുലാവിന് നമ്മുടെ ലോങ് ഗ്രെയിനുള്ള ബസുമതി റൈസ് തന്നെ ഉപയോഗിക്കണം. അപ്പോൾ ഇത് നമ്മുടെ അരി ഒന്ന് കിടന്ന് 1/4 വേഗാകുന്നവരെ ഒന്ന് ഇതിൽ കിടന്ന് വേകട്ടെ. ഇതിലേക്ക് ഞാൻ ചേർത്ത് മറ്റേ അരി വേവിക്കാൻ വച്ചതിൽ ഞാൻ ചേർത്ത് പിടിച്ചിരിക്കുന്ന സാജീരകമാണ്, അല്ല നല്ല ജീരകമല്ല. ബിരിയാണിയിലൊക്കെ ചേർക്കുന്ന ഒരു തരം ചെറിയ ജീരകമാണ്. അത് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ പെരുംജീരകമാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. സാധാരണ ജീരകം ചേർക്കരുത്.
ഒരു സ്മെല്ലിനും ഇതിനൊക്കെ നല്ലത് സാജീരകമോ പെരുംജീരകമോ ചേർത്ത് കൊടുക്കുന്നതാണ്. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ചേർക്കാനും മറക്കരുത്. നമ്മുടെ അരി ചെറുതായിട്ട് തിളച്ചിട്ട് വെന്ത് തുടങ്ങി വരുന്നുണ്ട്. കൂടെ തന്നെ നിൽക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നേക്കാളും വല്ലാതെ വെന്ത് അതിങ്ങനെ തമ്മിൽ ഒട്ടും. ഇനി ഞാൻ അതിലേക്ക് ചെയ്യുന്ന ഒരു പകുതി നാരങ്ങയില്ലേ, പകുതി നാരങ്ങയുടെ നീര് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാൻ പോവാണ്. നന്നായിട്ട് ഒരു പകുതി നാരങ്ങയുടെ നീരും പിന്നെ 1 ടീസ്പൂൺ എണ്ണയും, ഏതെങ്കിലും എണ്ണ ഒട്ടാതിരിക്കാനുള്ള എണ്ണ. അപ്പോൾ അരി തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് എണ്ണ ചേർക്കുന്നത്. ഒരു 1-2 ടീസ്പൂണ് എണ്ണയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി വീണ്ടും പകുതി വേവാകുന്നവരെ വെയിറ്റ് ചെയ്യാം. വെജിറ്റബിൾസൊക്കെ ഓൾമോസ്റ്റ് വേകാറായി. അപ്പോൾ ഈ സ്റ്റേജിൽ ഞാൻ നമ്മൾ വേവിച്ച് വെച്ച ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടെ വേകാനായിട്ട് ഒന്ന് ഗ്രീൻ പീസിൽ ആ മസാലയൊക്കെ ഒന്ന് പിടിക്കണമല്ലോ, ഒന്ന് അടച്ചു വയ്ക്കാം കുറച്ച് നേരത്തേക്ക്. നമ്മുടെ അരി ഒരു 3/4 വേവിലെത്തിയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്കിതിനെ ഒന്ന് വാർത്തെടുക്കാം. വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് കളയാം. നമുക്ക് നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ഓരോ തരിയായിട്ട് തന്നെയാണ് അരി സെപ്പറേറ്റ് ആയിട്ടിരിക്കണം കേട്ടോ. ഇനി ഇത് നമുക്ക് നമ്മുടെ പുലാവുമായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ അരി നമ്മുടെ വേവിച്ച് വെച്ച ആ വെജിറ്റബിൾസിൻ്റെ കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്യുകയാണ്. നമ്മുടെ അരി അതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ വെജിറ്റബിൾസുമായിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതിനെ ഒന്ന് വെച്ച് കൊടുക്കേണ്ടതാണ്. കുറച്ച് കശുവണ്ടി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിപ്പം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പുലാവില്ലേ, അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക. നെയ്യ് സഹിതം അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കണ്ടോ, നമ്മുടെ പുലാവ് റെഡി ആയിട്ടുണ്ട്. നമ്മളതിൻ്റെ മുകളിലേക്ക് നമ്മൾ മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിക്കാനായിട്ട് റെഡി ആയുള്ള അവസ്ഥയിലാണ് സെർവ് ചെയ്യാൻ. നമുക്കിത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കാൻ കഴിഞ്ഞില്ലേ. അപ്പോൾ എല്ലാവർക്കും തന്നെ ഇത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. നിങ്ങൾ ഡെഫിനറ്റായിട്ട് ഇത് ട്രൈ ചെയ്യുക. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻസിൽ കൂടെ എന്നെ ഒന്ന് അറിയിക്കണം. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് മറക്കല്ലേ. അപ്പോൾ അടുത്ത വിഭവമായി വേഗം തന്നെ നമുക്ക് കാണാം. ടിൽ ദെൻ, ദിസ് ഇസ് ബൈ ഫ്രം ബ്യൂട്ടിഫുൾ ലൈഫ്.